ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചിക്കൻ പാർട്സിൻ്റെ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ 1 കിലോ ചിക്കൻ പാർട്സ് ഉണ്ട്. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഉള്ളി ചേർക്കാതാണ് ഈ ചിക്കൻ പാർട്സ് തയ്യാറാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പൊടികളും മാത്രം ചേർത്ത് തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ചു, അതിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കടുകെണ്ണയിലാണ് ഈ ചിക്കൻ പാർട്സ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ കടുകെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണില്ല കേട്ടോ. അപ്പം നമ്മൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് കടുകെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇവിടെ നിന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഹസ്ബൻഡാണ് ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ അടുത്ത് ഒന്നും പറഞ്ഞ് ഇടുവാണേ എന്ന് പറഞ്ഞൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങ് ചെയ്യത്തേ ഉള്ളൂ. ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മൾ എണ്ണയൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഒരു 2 പച്ചമുളകും കൂടെയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടെയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ വലിയ ജീരകം, മുഴുവനെയുള്ള വലിയ ജീരകം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ വലിയ ജീരകം തന്നെ പൊടിച്ചത് ഒരു 1/2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഹസ്ബൻഡ് ആയതുകൊണ്ട് ഒന്നും ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അത് തൊലി കളഞ്ഞത് മുഴുവനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പൊടിയുടെ പച്ചമണം എല്ലാം മാറി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു ടൈമിൽ നമ്മൾ ഈ ചിക്കൻ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹസ്ബൻഡ് ഇവിടെ പറയുന്നത് ഇത് ഫോജികളുടെ കറിയാണെന്നാണ്. അതായത് ഫോഴ്സിലുള്ളവർ ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതായത് അവർക്ക് ഉള്ളിയൊന്നും അരിയാൻ ടൈമില്ലാത്തതുകൊണ്ട് അവർ ഈ രീതിയിലൊക്കെ കുക്ക് ചെയ്ത് കഴിക്കും കേട്ടോ. അപ്പോൾ അതിന് പറയും ഫോജികളുടെ കറിയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കുരുമുളക് പൊടി പൊടിച്ചത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മളിതിലേക്ക് ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ഒന്നും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മളിത് എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം വറ്റി വരുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇതിൽ ഉള്ളി ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇവർ വളരെ പെട്ടെന്ന് മീൻകറി ആയാലും ചിക്കനൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു രീതിയിൽ അവർക്ക് ഉള്ളിയൊന്നും അരിയാൻ ടൈമില്ലല്ലോ. അപ്പോൾ അവരിങ്ങനെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കും. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം അതിനിവിടെ പറയുന്നത് ഫോജികൾ തയ്യാറാക്കുന്ന കറിയാണ്. അതുകൊണ്ട് ഫോജിക്കറി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചുമ്മാ കളിയാക്കി പറയുന്നതായിരിക്കും. അപ്പം എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു ടൈമിൽ, വെള്ളമെല്ലാം പറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന ടൈമിൽ 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മല്ലിയില അരിഞ്ഞത് ഇതിൻ്റെ മുകളിലിങ്ങനെ ഒന്ന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെക്കും കേട്ടോ. നമ്മൾ എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തു മല്ലിയില ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനിവിടെ ഫോജിക്കറി എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.